അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളും യെസ് ബാങ്കും തമ്മിലുള്ള സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട 2 കേസുകളിൽ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചു. മുൻ യെസ് ബാങ്ക് സിഇഒ റാണ കപൂറിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. സെപ്റ്റംബർ 18-നാണ് മുംബൈ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. റാണ കപൂറിന്റെ അനുമതിയോടെ 2017-ൽ റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡിൽ യെസ് ബാങ്ക് 2045 കോടി രൂപയും റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡിൽ 2965 കോടി രൂപയും നിക്ഷേപിച്ചതായി സിബിഐ അന്വേഷണത്തിൽ കണ്ടെത്തി. അനിൽ ധീരുഭായ് അംബാനി ഗ്രൂപ്പിന്റെ സാമ്പത്തിക നില മോശമായതിനാൽ കെയർ റേറ്റിംഗ് സ്ഥാപനം നിരീക്ഷണത്തിലാക്കിയിരുന്നു. എന്നിട്ടും ഈ നിക്ഷേപങ്ങൾ യെസ് ബാങ്ക് നടത്തി. യെസ് ബാങ്ക് നിക്ഷേപിച്ച തുക പിന്നീട് പല തലങ്ങളിലൂടെ വകമാറ്റിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഇത് പൊതുജനങ്ങളുടെ പണം വ്യവസ്ഥാപിതമായി വഴിതിരിച്ചുവിട്ടതിനെ സൂചിപ്പിക്കുന്നു. റാണ കപൂറും അനിൽ അംബാനിയും തമ്മിൽ ഗൂഢാലോചന നടന്നതായി സിബിഐ പറഞ്ഞു. അന്വേഷണമനുസരിച്ച് സാമ്പത്തികമായി പ്രതിസന്ധിയിലായിരുന്ന എഡിഎ ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ യെസ് ബാങ്കിന്റെ പൊതുപണം നിക്ഷേപിക്കാൻ സിഇഒ എന്ന നിലയിൽ റാണ കപൂർ തന്റെ അധികാരം ദുരുപയോഗം ചെയ്തു. ഇതിന് പകരമായി റാണ കപൂറിന്റെ ഭാര്യ ബിന്ദു കപൂർ, മക്കളായ രാധ കപൂർ, രോഷ്നി കപൂർ എന്നിവരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് എഡിഎ ഗ്രൂപ്പ് കുറഞ്ഞ നിരക്കിൽ വായ്പകളും നിക്ഷേപങ്ങളും ലഭ്യമാക്കി. അതുപോലെ റാണ കപൂറിന്റെ കുടുംബ സ്ഥാപനങ്ങൾക്ക് RCFL, RHFL എന്നിവയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ വായ്പകൾ അനുവദിച്ചു. ഈ ക്രമീകരണം മൂലം യെസ് ബാങ്കിന് 2796.77 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു. അതുപോലെ RCFL, RHFL, എഡിഎ ഗ്രൂപ്പ്, റാണ കപൂറിന്റെ കുടുംബാംഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നിയമവിരുദ്ധമായ നേട്ടമുണ്ടായതായും സിബിഐ വ്യക്തമാക്കി.